വീട്ടമ്മയെ സംബന്ധിച്ച് അവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ത് കറി വെക്കുമെന്ന്. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പേ ആലോചിക്കാൻ തുടങ്ങും, നാളെ ഇനി എന്തൊക്കെ കറി വെക്കണമെന്ന്. എന്തായാലും ചോറിനൊരു ഒഴിച്ചുകറി വേണമല്ലോ. എന്നും ഈ ഒരേ ഒഴിച്ചുകറി കഴിച്ചു മടുത്തെങ്കിൽ ഇന്ന് നമുക്ക് ചേമ്പ് കൊണ്ടിട്ട് ഒരു കിടിലൻ ഒഴിച്ചുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ചേമ്പൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. അതിനു മുമ്പേ ഒരു കാര്യമുണ്ട്, 2 കഷ്ണം കൊടമ്പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേമ്പ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. ഈ ചേമ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുകൊണ്ട് ഒത്തിരി അങ്ങ് ചെറുതാക്കണ്ട. ദേ ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ആദ്യം കഴുകി വെച്ചുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 2-3 പച്ചമുളക് നെടുവേ കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും, 2 വെളുത്തുള്ളിയും, 3 ചുവന്നുള്ളിയും, പിന്നെ കുറച്ച് ജീരകവും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ദാ ഈ ഒരു പരുവത്തിൽ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ദേ ഇപ്പം നമ്മുടെ ചേമ്പ് ഇവിടെ ഒരു പാതി വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചില്ലായിരുന്നോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം നമ്മൾ ഈ പുളിയുടെ വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങട്ടെ, അതിനു വേണ്ടി ഇത് നന്നായിട്ട് തിളക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ ചേമ്പും ഒക്കെ നന്നായിട്ട് വെന്ത് ആ പുളിയെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ചേമ്പായതുകൊണ്ട് തന്നെ ഇരിക്കും തോറും കുറുകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ നീട്ടിയിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ കറി ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഈ കറി അങ്ങ് ചീത്തയായി പോകും. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് കടുക് താളിച്ചെടുക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നല്ല ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്ന ശേഷം 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഈ താളിച്ച കടുകെല്ലാം കൂടെ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന് കൂടത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ കറിയാണ്. ഇതുവരെ നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.